Welcome to Kiddo Heaven. Hi children, how are you? Hi children, how are you? How are you today? How are you today? I hope you all are fine. Okay, today we will learn my classroom. ഇന്ന് നമ്മൾ EVSലെ my classroom എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. All of you listen. This is classroom. ഇതാണ് ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിൽ പോയാൽ നമുക്ക് ഫുൾ ടൈം അവിടെ നിൽക്കാൻ കഴിയോ? ഇല്ല, നമുക്ക് ഇരിക്കണമെങ്കിൽ ക്ലാസ് റൂമിൽ എന്തുണ്ടായിരിക്കും? ബെഞ്ച് ആൻഡ് ഡെസ്ക് എന്ന് പറഞ്ഞേ. ബെഞ്ച് ആൻഡ് ഡെസ്ക്. We sit on the bench. നമ്മൾ എവിടെയാണ് ഇരിക്കാറ്? ബെഞ്ച്. ഓക്കെ, പിന്നെ ടീച്ചേഴ്സിന് എഴുതാൻ ക്ലാസ് റൂമിൽ എന്തുണ്ടായിരിക്കും? ബ്ലാക്ക് ബോർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ബ്ലാക്ക് ബോർഡ്. ഓക്കെ, ബ്ലാക്ക് ബോർഡിൽ എന്ത് വെച്ചിട്ടാണ് ടീച്ചേഴ്സ് എഴുതാറ്? ചോക്സ്. ഒന്ന് പറഞ്ഞേ, ചോക്സ്. ഒന്നുകൂടെ പറഞ്ഞേ, ചോക്സ്. ഓക്കെ, ടീച്ചർ യൂസ് ചോക്സ് ടു റൈറ്റ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ടീച്ചേഴ്സ് ചോക്സ് വെച്ചിട്ടാണ് ബ്ലാക്ക് ബോർഡിൽ എഴുതാറ്. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാൻ എന്തുണ്ടായിരിക്കും? ബുക്സ്. ഒന്ന് പറഞ്ഞേ, ബുക്സ്. ബുക്സിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് എഴുതാറ്? ടീച്ചേഴ്സ് ബോർഡിൽ ചോക്ക് വെച്ചിട്ടാണ് എഴുതാറ്. നമ്മൾ ബുക്സിൽ എന്ത് വെച്ചിട്ടാണ് എഴുതാറ്? പെൻസിൽ. ഒന്ന് പറഞ്ഞേ, പെൻസിൽ. We use pencil to write in the book. നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് ബുക്കിൽ എഴുതുന്നത്. ഓക്കെ, നമുക്ക് പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ എന്തുണ്ടായിരിക്കും? ഷാർപ്നർ. ഒന്ന് പറഞ്ഞേ, ഷാർപ്നർ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഷാർപ്നർ. We sharp pencil with the ഷാർപ്നർ. നമ്മൾ ഷാർപ്നർ വെച്ചിട്ടാണ് പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോട്ട്ബുക്കിലൊക്കെ ലൈൻസ് ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? സ്കെയിൽ വെച്ചിട്ടല്ലേ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ ലൈൻസ് വരയ്ക്കാറ്. ഓക്കെ, പിന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ കളർ ചെയ്ത് മനോഹരമാക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? എന്ത് വെച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്? ക്രയോൺസ്. ഒന്ന് പറഞ്ഞേ, ക്രയോൺസ്. പല കളേഴ്സിലുള്ള ക്രയോൺസ് നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ എന്തുണ്ടായിരിക്കും? വാട്ടർ ബോട്ടിൽ. വെള്ളം കുടിക്കാൻ എന്തുണ്ടായിരിക്കും? വാട്ടർ ബോട്ടിൽ. ഓക്കെ, പിന്നെ നമുക്ക് എഴുതി പഠിക്കാൻ എന്തുണ്ടായിരിക്കും? ബുക്സ് ഉണ്ടായിരിക്കും. പിന്നെ സ്ലേറ്റ്. ഒന്ന് പറഞ്ഞേ, സ്ലേറ്റ്. പെൻസിൽ വെച്ചിട്ട് നമ്മൾ സ്ലേറ്റിലല്ലേ എഴുതി പഠിക്കാറ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ബുക്സ്, പെൻസിൽ, ഷാർപ്നർ, സ്കെയിൽ, ക്രയോൺസ്, വാട്ടർ ബോട്ടിൽ, സ്ലേറ്റ് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ എങ്ങനെയാണ് കൊണ്ടുപോവാറ്? കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്? അല്ല, ഇതൊക്കെ നമ്മൾ എന്തിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്? ബാഗ്. We keep books, pencil, sharpener, scale, crayons, water bottle, slate in the bag. ഇതൊക്കെ നമ്മൾ ബാഗിൽ വെച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഓക്കെ, ഇത്രയും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഈ ഒബ്ജക്ട്സ് ഒക്കെ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്നുണ്ട് ഇല്ലേ? ഓക്കെ, ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്നോടൊന്ന് പറഞ്ഞേ. ബെഞ്ച് ആൻഡ് ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, ചോക്സ്, ബുക്സ്, പെൻസിൽ, ഷാർപ്നർ, സ്കെയിൽ, ക്രയോൺസ്, വാട്ടർ ബോട്ടിൽ, സ്ലേറ്റ്, ബാഗ്. ഇത്രയും ഒബ്ജക്ട്സ് ആണ് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ഓഡ് വൺ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, all of you look at the board. Take the odd one. ഈ പിക്ചേഴ്സിൽ ഓഡ് വൺ ഒറ്റപ്പെട്ടത് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സ്കെയിൽ, ബുക്ക്, പെൻസിൽ, നൈഫ് എന്ന് പറഞ്ഞ കത്തി. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാ? ഓഡ് വൺ ഏതാണ്? ഏതാണ്? നൈഫ്. കാരണം എന്താ? സ്കെയിൽ, ബുക്ക്, പെൻസിൽ ഇത് ക്ലാസ് റൂം ഒബ്ജക്ട്സ് ആണ്. നൈഫ് ക്ലാസ് റൂം ഒബ്ജക്റ്റ് ആണോ? അല്ല. അപ്പൊ അതിലെ ഓഡ് വൺ ഏതാണ്? നൈഫ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കിക്കേ,
ബാഗ്, ബെഡ്, വാട്ടർ ബോട്ടിൽ, സ്ലേറ്റ്. ഇതിലെ ഓഡ് വൺ ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതിലെ ഓഡ് വൺ ഏതാ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ബാഗ്, ബെഡ്, വാട്ടർ ബോട്ടിൽ, സ്ലേറ്റ്. ഇതിലെ ഓഡ് വൺ ഏതാണ്? ഏതാണെന്ന് പറഞ്ഞേ. ഏതാണ്? വെരി ഗുഡ്, ബെഡ്. ഇത് ഓഡ് വൺ ആണ്. കാരണം എന്താ? ഇതൊക്കെ ക്ലാസ് റൂം ഒബ്ജക്ട്സ് ആണ്. ബാഗ്, വാട്ടർ ബോട്ടിൽ, സ്ലേറ്റ് ഇതൊക്കെ ക്ലാസ് റൂം ഒബ്ജക്ട്സ് ആണ്. ബെഡ് ക്ലാസ് റൂം ഒബ്ജക്ട്സ് ആണോ? അല്ല. അപ്പൊ ഇതിലെ ഓഡ് വൺ ബെഡ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്സാമിന് ക്ലാസ് റൂം ഒബ്ജക്ട്സും അതല്ലാത്തൊരു പിക്ചറും തന്നിട്ട് ഓഡ് വൺ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് റൂം ഒബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.